മലപ്പുറം കാളികാവിൽ ഭീതി വർത്തിയ നരഭോജി കടുവയെ പിടികൂടി. കരുവാരക്കുണ്ട് സമീപം സുൽത്താന എസ്റ്റേറ്റിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. അമരമ്പലം RRT ഓഫീസിലെത്തിച്ച കടുവയെ പിന്നീട് തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. സുൽത്താന എസ്റ്റേറ്റിന് സമീപം എസ് വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. മെയ് 15-ന് കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ ഗഫൂർ എന്ന തോട്ടം തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് നന്മ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദൗത്യം ആരംഭിച്ചു. 60 RT സംഘം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ദൗത്യം. വിവിധയിടങ്ങളിലായി 50ഓളം ക്യാമറകളും കൂടുകളും സ്ഥാപിച്ചായിരുന്നു തിരച്ചിൽ. പലതവണ കടുവയെ ദൗത്യ സംഘവും തൊഴിലാളികളും കണ്ടിരുന്നുവെങ്കിലും പിടികൂടാനായിരുന്നില്ല. ഇതിനിടെ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടിരുന്നു. ഒടുവിൽ ദൗത്യം തുടങ്ങി 53-ാം നാളിലാണ് കടുവയെ കെണിയിൽപ്പെടുത്താനായത്. എന്നാൽ കടുവയെ വീണ്ടും കാട്ടിൽ വിടരുതെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാസങ്ങളായിട്ട് നമ്മൾ ഈ നാടിന് മുൾമുനയിൽ നിർത്തിയൊരു സാധനത്തിനെ കിട്ടിയില്ല. കടുവനെ ഇനി കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ വിടുന്ന നമുക്കൊരു ഉറപ്പില്ല. അവർ കൃത്യമായിട്ട് എന്താണ് ചെയ്യുക എന്നില്ല കൃത്യമായി രേഖാമൂലം തന്നാല് വിടുള്ളൂ തന്നെയാണ് നമ്മൾ തീരുമാനം. കടുവയെ കാട്ടിൽ വിടില്ലെന്ന് വനം വകുപ്പ് മന്ത്രി അറിയിച്ചു. അമരമ്പലത്തെ സൗത്ത് RRT ഓഫീസിലേക്ക് മാറ്റിയ കടുവയ്ക്ക് ഭക്ഷണവും പ്രാഥമിക പരിശോധനയും നടത്തി. സൈലന്റ് വാലി ഡാറ്റാബേസിൽ ഉൾപ്പെട്ടതാണ് 13 വയസ്സ് പ്രായം കണക്കാക്കുന്ന കടുവ. വേട്ടപ്പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് കാഴ്ചക്കുറവും നേരിയ പരുക്കുകളുമുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി കടുവയെ തൃശൂർ സുവോളജി പാർക്കിലേക്ക് മാറ്റി. കടുവയെ പിടികൂടാനായത് നാട്ടുകാർക്കും വനം വകുപ്പിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. 1.5 മാസത്തിലേറെയായി കടുവാഭീതി കാരണം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപജീവനം പോലും മുടങ്ങിയ അവസ്ഥയിലായിരുന്നു. അമൃത ന്യൂസ്, മലപ്പുറം.